അരവിന്ദ്, അതാണ് അധികകാലം തരൂരിന് അങ്ങനെ നിൽക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി പലതവണയായിട്ട് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ കോൺഗ്രസിനകത്ത് ബി ജെ പിയുടെ സ്ലീപ്പിംഗ് സെൽ ഉണ്ട് എന്നുള്ള കാര്യം. അത്തരത്തിൽ പ്രവർത്തിക്കുക, ഇല്ലെങ്കിൽ അതിലേക്ക് കയറി നിൽക്കുക എന്ന കാര്യം തരൂരിനെ സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് തരൂരിന്റെ വാർത്താ സമ്മേളനങ്ങളും ഇല്ലെങ്കിൽ മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങളും ഒക്കെ. പക്ഷേ ആ രീതിയിൽ തുടരാനുള്ളൊരു സാധ്യത അത് കോൺഗ്രസിന്റെ ഭാഗമായിരിക്കെ, കോൺഗ്രസിന്റെ ജനപ്രതിനിധിയായിരിക്കെ അത് വളർത്താൻ കോൺഗ്രസ് ഏത് തരത്തിൽ അനുവദിക്കുന്നു എന്നുള്ളത് പോലും ചർച്ചയായിരുന്ന ഒരു ഘട്ടമുണ്ട്. പക്ഷേ അങ്ങനെ പോകാൻ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു നിൽക്കുന്ന സമയമാണ്, ആ രീതിയിൽ തരൂരിനെ അഴിച്ചുവിടാൻ കോൺഗ്രസ് തയ്യാറാകില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് നടപടിയിലേക്ക് അല്ലെങ്കിൽ എന്ത് താക്കീതിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ്? തരൂരിനെതിരെ നിലപാടുകൾ കടുപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ACC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു സാഹചര്യം, കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തരൂരിനെതിരെ നിലപാടെടുത്താൽ അത് രാജ്യത്തിനെതിരെ കോൺഗ്രസ് നിൽക്കുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനം BJP നൽകുമെന്നതാണ് പ്രധാനമായും ACC വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തരൂരിനെതിരെ നിലപാട് വേണ്ട എന്ന് തന്നെ ACC നേതൃത്വം തീരുമാനിക്കും. പക്ഷേ കൃത്യമായി തരൂരിനെതിരെയുള്ള അതിർത്തി അത് കൃത്യമായി തന്നെ അറിയിക്കുമെന്ന് തന്നെ ACC നേതൃത്വം വ്യക്തമാക്കുകയാണ്. കാരണം കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ BJP അനുകൂല പ്രസ്താവനകൾ തരൂർ നടത്തുന്നത് അത് കൃത്യമായി പാർട്ടിയെ ബാധിക്കും. അത് BJP ക്യാമ്പുകളടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം ആയുധമാക്കുന്നുവെന്ന് തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ACC നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. നേരത്തെ നടന്ന പ്രവർത്തക സമിതി യോഗത്തിലടക്കം കൃത്യമായി ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പല നിർദ്ദേശങ്ങളും ACC നേതൃത്വം പുറത്തിറക്കി. അതായത് പാർട്ടി നിലപാടുകൾ മാത്രമേ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ഒരു തുറച്ച അല്ലെങ്കിൽ പരസ്യമായി പറയാവൂ എന്നതാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ACC നേതൃത്വം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കേരളത്തിലെ നേതാക്കളുടെ യോഗം നടന്നപ്പോഴും ഇത്തരം നിർദ്ദേശം കോൺഗ്രസ് അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ അതിന് പിന്നാലെ തരൂരിന്റെ പ്രസ്താവനകളും അതുപോലെ തന്നെ നിലപാടുകളും തീർത്തും പാർട്ടി നിലപാടുകൾക്ക് വിരുദ്ധമായിരുന്നു. ഈ വെടിനിർത്തൽ തരൂർ സ്വീകരിച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. 1971 ഇന്ദിരാഗാന്ധിയുടെ നിലപാടുകൾ ഉയർത്തി കോൺഗ്രസ് മുന്നോട്ട് പോയപ്പോൾ അതും ഈ 2025 സാഹചര്യം താരതമ്യം ചെയ്യാൻ പറ്റില്ല എന്നതായിരുന്നു തരൂരിന്റെ ഒരു പ്രസ്താവന വന്നത്. പല കോൺഗ്രസ് നേതാക്കളും ഇതിൽ പരസ്യമായ അതിർത്തി വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. എന്തായാലും തരൂരിനെതിരെ കടുത്ത അതിർത്തിയിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരു നടപടി തരൂരിനെതിരെ എടുത്താൽ അത് എങ്ങനെയായിരിക്കും തങ്ങളെ ബാധിക്കുക എന്നതൊരു ആശയക്കുഴപ്പം കൂടി കോൺഗ്രസിനുണ്ട്. കാരണം തരൂർ കൃത്യമായി താനൊരു പൗരനാണെന്നും രാജ്യത്തിന്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ രാജ്യത്തിനാണ് താൻ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് അടക്കമുള്ള വിമർശന പ്രസ്താവനകൾ ഈ വാർത്താ സമ്മേളനത്തിൽ നടത്തിയിരുന്നു. അപ്പോൾ തരൂരിനെതിരെ ഈ ഒരു സാഹചര്യത്തിൽ നടപടിയെടുത്താൽ അത് ജനങ്ങൾക്ക് ഇടയിൽ എന്ത് സന്ദേശം നൽകുമെന്നതാണ് കോൺഗ്രസ് പ്രധാനമായും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. കാരണം കൃത്യമായി ഇതിനെ രാഷ്ട്രീയ പ്രചാരണം ആയുധമാക്കാൻ BJP തയ്യാറായി നിൽക്കുന്നതും കോൺഗ്രസിനെ അതാണ്. അത്തരത്തിലാണ് ഇപ്പൊ BJP ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ പാർട്ടി നേട്ടത്തിന് വേണ്ടി BJP ഉപയോഗിക്കുന്നു എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പൊതുവെ ഒരു അഭിപ്രായമുണ്ട്. പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനകത്തു നിന്ന് അതിലെ പ്രധാന നേതാവ് പോലും ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിനോടൊരു സമീപനമില്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള വാക്കുകൾ പറയുന്നത് പോലും അത് വലിയ തിരിച്ചടിയാകില്ല. അത് ഇന്ത്യ സഖ്യത്തിൽ പോലും വലിയ ചർച്ചയാകാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? കൃത്യമായി ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ CPI അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇന്ത്യ സഖ്യം യോഗം ചേരാത്തതിലടക്കം വലിയ വിമർശനം മറ്റ് പാർട്ടികൾക്കുണ്ട്. കാരണം കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുതലാളിത്ത ഭാവം കാണിക്കുന്നതാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം കൃത്യമായി രാജ്യം ഒറ്റക്കെട്ട്, കാരണം സൈന്യത്തിന് പൂർണ്ണ പിന്തുണയാണ് എല്ലാ പ്രതിപക്ഷ പാർട്ടികളും നൽകിയത്. പക്ഷേ ഈ ട്രംപുമായി ബന്ധപ്പെട്ട് ട്രംപ് മധ്യസ്ഥത വഹിച്ചു എന്നുള്ള കാര്യം വന്നതിന് പിന്നാലെ കോൺഗ്രസ് പ്രധാനമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. കൃത്യമായ നിലപാടുകൾ കേന്ദ്ര സർക്കാർ അറിയിക്കണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചൂണ്ടിക്കാണിച്ചത്. മുൻപ് ഇന്ദിരാഗാന്ധി ഇത്തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് മുന്നിൽ കീഴടങ്ങിയിട്ടില്ല എന്ന പ്രസ്താവനകൾ അടക്കം കോൺഗ്രസ് നടത്തിയിരുന്നു. ആ ഒരു സമയത്തായിരുന്നു തരൂരിന്റെ പ്രസ്താവനകൾ വരികയും അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലും പ്രതിരോധത്തിലാക്കുകയും ചെയ്തത്. തരൂരിന്റെ പ്രസ്താവനകൾ പല BJP സമൂഹ മാധ്യമ ഹാൻഡിലുകളിലടക്കം പങ്കുവച്ചുകൊണ്ട് കൃത്യമായി തരൂർ ഒരു യുഗപുരുഷനാണ്, തരൂരിന്റെ പ്രസ്താവനകൾ കേൾക്കൂ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നതാണ് ശരിയെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ BJP ക്യാമ്പുകൾ നടത്തിയിരുന്നു. ഇത് കൃത്യമായ അതിർത്തി മറ്റു പാർട്ടികൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികൾ
പാർട്ടികൾക്കുമുണ്ട്. തരൂരും അതുപോലെ തന്നെ കോൺഗ്രസുമായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇന്നലെ എം എ ബേബിയുടെ പ്രതികരണം വന്നിരുന്നു, അത് കോൺഗ്രസും തരൂരും കേന്ദ്ര സർക്കാരും തമ്മിൽ തീരുമാനിക്കാനുള്ള കാര്യം എന്നതായിരുന്നു എം എ ബേബി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ തരൂരുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഇപ്പോൾ ഉയരുന്ന പ്രശ്നം, ഈ തരൂരിനെ ഈ പ്രതി സംഘത്തിൽ ഉൾപ്പെടുത്തുമെന്നുള്ള കാര്യം 2 ദിവസം മുമ്പ് തന്നെ തരൂരിന് അറിയിപ്പ് ലഭിച്ചതാണ്. പക്ഷേ കൃത്യമായ ഒരു ആശയവിനിമയം തരൂർ AICC നേതൃത്വവുമായി നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ താൻ പൊയ്ക്കോട്ടെ എന്നൊരു അനുമതി തരൂർ തേടിയില്ല എന്നതാണ് AICC നേതൃത്വം ഇപ്പോൾ ഏറെ ചൊടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ തരൂരിന്റെ ഒരു പേര് ഉൾപ്പെടുത്തി പട്ടിക കോൺഗ്രസ് നൽകാത്തതും തരൂരിന്റെ സമാന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ സമാന കാലത്തിലുണ്ടായ പ്രസ്താവനകളെ തുടർന്നാണ്. ശക്തമായ അതിർത്തി കോൺഗ്രസിനുണ്ടെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് തരൂരിന്റെ ഈ പട്ടികയിൽ നിന്ന് കോൺഗ്രസ് മാറ്റി നിർത്തിയത്. കാരണം നമുക്കറിയാം, കോൺഗ്രസിന്റെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ അടക്കം ഉൾപ്പെട്ട ആളാണ് തരൂർ. ആ പാർലമെന്റിലെ വിദേശകാര്യ കമ്മിറ്റിയിൽ ഉൾപ്പെട്ട പ്രധാന ആളാണ് തരൂർ. അപ്പോൾ തരൂരിനെ കോൺഗ്രസ് ഒഴിവാക്കിയത് കൃത്യമായി തരൂരിന്റെ സമാനമായ കാലഘട്ടത്തിലുണ്ടായ പ്രസ്താവനകളെ തുടർന്നാണ്. പക്ഷേ അത് കൃത്യമായി കേന്ദ്ര സർക്കാർ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയെന്നതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തരൂരിനെ ആദ്യം തന്നെ ഒരു സംഘത്തിന്റെ തലവനായി കേന്ദ്രം കൊണ്ടുവരുന്നു. ഇതിനു പുറമെ മറ്റ് 4 നേതാക്കളെ കൂടി ഈ പട്ടികയിൽ, കോൺഗ്രസ് ഈ പേര് നൽകാത്ത 4 നേതാക്കളെ കൂടി ഉൾപ്പെടുത്തുന്നതോടെ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ്. തരൂരിനെതിരെ നിലപാട് ഇപ്പോൾ കോൺഗ്രസിന് സ്വീകരിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് കാര്യങ്ങൾ.